الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അവൻ്റെ ഉദ്ദേശം നടപ്പിലാക്കാൻ പാകത്തിൽ ആകാശത്തിൽ വെച്ച് സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതാണല്ലോ നാം പറഞ്ഞുകൊണ്ട് വരുന്ന വിഷയം. ഭൂമി വെറും തദ്ബീറാത്തുകളുടെ ഏരിയയാണ്, സ്ഥിരമായ സ്ഥലമല്ല ദുനിയാവ്. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ്, ഒരു യാത്രക്കാരനെ പോലെയുള്ളൂ മനുഷ്യർക്ക് ഇവിടെ. ഔ ആബിറു സബീൽ. കുൻ ഫിദ്ദുനിയ കഅന്നക ഗരീബ്, ആരോരുമില്ലാതെ ഒരു പരദേശിയെ പോലെ ആയിരിക്കണം നീ ദുനിയാവിൽ. അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ. യാത്രാ മധ്യേ നീ എവിടെയെങ്കിലും തമ്പടിച്ചാൽ അത് നീ സ്ഥിരമാക്കാൻ മെനക്കെടാറില്ല. വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ, നിന്റെ ശരീരത്തെ നീ കബറാളികളെ കൂട്ടത്തിൽ എണ്ണിക്കൊണ്ടിരിക്കണം. അതാണ് ദുനിയാവ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് വെച്ച് നടന്ന ഒരു സംഭവത്തിൻ്റെ തുടർച്ച എന്നോണം ആ സംഭവത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി അല്ലാഹു ഭൂമിയെ സംവിധാനിക്കുകയാണ്. നമ്മുടെ ചർച്ചയിൽ ഒരിക്കലും ഭൂമിയോ ഭൂമിയുടെ വ്യവസ്ഥിതികളോ ഭൂമിയുടെ മുകൾപ്പരപ്പിലുള്ള ഏർപ്പാടുകളോ സ്ഥിരമായ ഒരു ചർച്ചയേ അല്ല, താൽക്കാലികമായൊരു സംവിധാനം മാത്രമാണ്.
ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത് രണ്ട് രീതിയാണെന്ന് നാം പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ആവശ്യങ്ങൾ പൂർത്തിയാക്കണം, ആവശ്യ പൂർത്തീകരണത്തിന് വസ്തുക്കൾ സംഘടിപ്പിക്കണം. ആ വസ്തുക്കളെ അല്ലാഹു ഭൂമിയിൽ തർത്തീബാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തത്തിലല്ല. വഫിസ്സമാഇ റിസ്ഖുക്കും വമാ തുഅദൂൻ, ആകാശത്തിലെല്ലാം സംവിധാനിച്ചു, അത് ഭൂമിയിൽ നടപ്പിലാക്കുന്നു. വഫിസ്സമാഇ റിസ്ഖുക്കും, നിങ്ങൾക്ക് കഴിക്കാനുള്ളതും നിങ്ങൾ ആവശ്യ പൂർത്തീകരണത്തിനുള്ള എന്തെല്ലാം സംവിധാനങ്ങളുണ്ടോ അതൊക്കെ ആകാശത്തിലാണ് നടപടി ഉണ്ടാകുന്നത്. വഫിസ്സമാഇ റിസ്ഖുക്കും വമാ തുഅദൂൻ, നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ അള്ളാഹു ഓഫർ ചെയ്തിരിക്കുന്നത് അതൊക്കെ സംവിധാനം ആകാശത്തിലാണെന്ന് പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. അതാത് സന്ദർഭത്തിൽ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അല്ലാഹു തആല ഇറക്കുകയാണ് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചിട്ട്. അടിസ്ഥാനപരമായ വിഷയം ഇവിടെ ആവശ്യം പൂർത്തിയാക്കലല്ല, ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി അസ്ബാബുകളെ സെലക്ട് ചെയ്യുമ്പോൾ ആദർശത്തെ പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കലാണ്. ഭൂമിയിൽ ആവശ്യം എന്നത് മനുഷ്യന്റെ തബഈയ, തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടാകുന്നതല്ല. മനുഷ്യന്റെ തബഈ എന്ന് പറഞ്ഞാൽ പ്രകൃതിപരമാണ്. മനുഷ്യനെ സൃഷ്ടിച്ചയച്ച സന്ദർഭത്തിൽ തന്നെ ആവശ്യങ്ങളെയും ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഏർപ്പാടുകളെയും അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. ലക്കും ഫിൽ അർളി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ, ഭൂമിയിലേക്ക് പറഞ്ഞു വിടുന്ന സന്ദർഭത്തിൽ മനുഷ്യപിതാവിനോട് മനുഷ്യമാതാവിനോട് ആദം ഹവ്വ ദമ്പതിമാരോട് പറഞ്ഞ വിഷയം അതാണ്. ഇഹ്ബിതു ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിൽ പോയി താമസിച്ചോ, ഇനി നിങ്ങൾക്ക് ഭൂമിയിലാണ് ഏർപ്പാടുകളൊക്കെ. ഇഹ്ബിതു, നിങ്ങൾ ഇറങ്ങിക്കൊള്ളുക ഭൂമിയിലേക്ക്. എന്നിട്ട് അതിന് തുറന്നതായത് വലക്കും, നിങ്ങൾക്ക് വേണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് ഫിൽ അർളി, ഭൂമിയിൽ മുസ്തഖറുൻ, താമസിക്കാനുള്ള സൗകര്യം, വമതാഉൻ, തിന്നാനും കുടിക്കാനുള്ള വിഭവങ്ങളും, ഇലാഹീൻ, ഒരു നിശ്ചിത സമയം വരെ. തീർന്നല്ലോ. അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് തലകളയേണ്ട ആവശ്യമില്ല. ആവശ്യങ്ങളും ആവശ്യ പൂർത്തീകരണത്തിനുള്ള വസ്തുക്കളും അതിനെപ്പറ്റി 24 മണിക്കൂറും ചിന്തിച്ചിട്ട്. ഭൗതിക ഭരണകൂടം എന്ന് പറഞ്ഞാൽ എന്താണ് ഭരണകൂടം? ഭരണകർത്താക്കളുടെ ജോലി എന്താ? മനുഷ്യനെ ആദർശം പഠിപ്പിക്കലാണോ അതോ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കൾ സംഘടിപ്പിച്ച് സപ്ലൈ ചെയ്യലാണോ? ആവശ്യം പൂർത്തിയാക്കാനുള്ള വസ്തുക്കൾ സംഘടിപ്പിച്ച് സപ്ലൈ ചെയ്യലാണ് ഭരണകൂടത്തിന്റെ ജോലി. നമ്മൾ ഇന്ത്യക്കാരാണ്. എന്താണ് ഇന്ത്യൻ ഭരണകൂടം എന്ന് പറഞ്ഞാൽ? 5 കൊല്ലം കൂടുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആൾ ഒരു MP മാരെ തിരഞ്ഞെടുത്തയക്കുന്നു. എന്താണ് MP മാരെ ഡൽഹി പോയിട്ട് ചെയ്യുന്നത്? ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന 130 കോടി മനുഷ്യരെ സ്വർഗത്തിലേക്ക് അയക്കാൻ എങ്ങനെയാണ് സാധിക്കുക ചർച്ച ചെയ്യുന്നവിടെ? അതോ ഈ 130 കോടി ജനങ്ങൾ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴി എന്താണെന്നാണോ അവിടെ ചർച്ച ചെയ്യുന്നത്? ഈ 130 കോടി ജനങ്ങളുടെ ആവശ്യം പൂർത്തിയാക്കാനുള്ള വസ്തുക്കൾ എങ്ങനെയാണ് സംഘടിപ്പിക്കുക, എന്നിട്ട് അതെങ്ങനെയാണ് സപ്ലൈ ചെയ്യുക, ഇതാണ് അവിടെ ചർച്ച. 5 കൊല്ലം ഭരണകൂടം, ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ ഭരണഘടന പ്രത്യേകത എന്താ? ഭൂമിയിൽ എവിടെയില്ലാത്ത പ്രത്യേകതയാണ് ഇന്ത്യൻ ഭരണഘടനക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകത ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന പൊതുജനങ്ങളുടെ, പൗരന്മാരുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ സംഘടിപ്പിക്കുകയും അത് സപ്ലൈ ചെയ്യുകയും ചെയ്യാനുള്ള ഏർപ്പാട്. അത് നമ്മൾ ആരെങ്കിലും അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്? എല്ലാവരെയും സ്വർഗത്തിലേക്ക് അയക്കുന്ന ജോലി, എന്നാൽ സ്വർഗത്തിലേക്ക് അയക്കുന്ന ജോലി ഇന്ത്യൻ ഭരണഘടന മറക്കുന്നുണ്ടോ, അവഗണിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പം കുറെ മാനസിക രോഗികൾ അധികാരത്തിലേക്ക് വരുന്നു, എന്തെല്ലോ പറയുന്നു വെച്ചിട്ട് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടതില്ല. ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള വഴി ഇന്ത്യൻ ഭരണഘടന മറന്നുപോയിട്ടുണ്ടോ? ഇല്ല. അതിനാണ് വ്യക്തി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും കൊടുത്തിരിക്കുന്നത്. എന്താണ് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും മതസ്വാതന്ത്ര്യത്തിന്റെയും പൊരുൾ? മരണത്തിന് ശേഷമുള്ള ജീവിതം വിജയകരമാക്കി തീർക്കാനുള്ള ഏർപ്പാട് നിങ്ങൾ സ്വന്തം തിരഞ്ഞെടുത്തോളണം. അത് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതല്ലേ വ്യക്തി സ്വാതന്ത്ര്യം, വിശ്വാസ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം. ഇതൊക്കെ ഭരണഘടനയെ എഴുതിച്ചെത്ത വിഷയങ്ങളല്ലേ? അതൊക്കെ മാറ്റിയിട്ടൊരു പുതിയ ഭരണഘടന കൊണ്ടുവരട്ടെ, അന്നേരം ആലോചിക്കുക ബാക്കിയുള്ള കാര്യം. നാളെ എങ്ങാനും വരുന്നതിന് ഇന്നേ കൂടെ പിടിക്കണോ? നാളെ എങ്ങാനും പെയ്യുന്ന മയക്ക് ഇന്ന് കൂടെ പിടിക്കേണ്ടിയില്ലല്ലോ. പെയ്യട്ടെ മഴ, അപ്പം ആലോചിക്കാൻ കൂടേണ്ട കാര്യം. വെറുതെ ബഹളം വെച്ചിട്ട് ജനങ്ങളെ പുതിയ തലമുറയുടെ മനസ്സിൽ രോഗം ഉണ്ടാക്കി ആ പുതിയ തലമുറയെ മാനസികമായി പീഡിപ്പിച്ച് അവരെ ഒരു തരം മരവിപ്പ് ഉണ്ടാക്കി എന്നിട്ട് സ്വന്തക്കാരാക്കുക, രാഷ്ട്രീയവൽക്കരിക്കുക, രാഷ്ട്രീയത്തിൽ സ്വന്തക്കാർ, അധികാരത്തിൽ സ്വന്തക്കാർ, പാർട്ടി, അതല്ല ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട്. ഇവിടെ ആഖിറത്തെ ആഗ്രഹിക്കുന്ന, മരണത്തിന് ശേഷം ജീവിതം വിജയപ്രദമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗരൻ എന്ത് തടസ്സമാണ് ഇവിടെയുള്ളത്? ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ എല്ലാ കാലഘട്ടത്തിലും ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം അത് തന്നെയാണ്.
ഫറോവ രാജ്യം ഭരിച്ചു. എന്താണ് അയാൾ ഉത്തരവാദിത്തം? അന്ന് ഈജിപ്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് തിന്നാനും കുടിക്കാനുമുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക, ആരാധിക്കുന്നവർക്ക് ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. നക്ഷത്രത്തെ വേണമെങ്കിൽ നക്ഷത്രത്തെ ആരാധിക്കാം, കല്ലിനെയും പാമ്പിനെയും മൂർഖനെയും ആരാധിക്കുന്ന അങ്ങനെ ആരാധിക്കാം. അതല്ലേ അന്നത്തെ ഫറോവ നടപ്പിലാക്കിയ രീതി. എല്ലാ കാലഘട്ടത്തിലും അതാണ് രീതി. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം, ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ യാത്രയാക്കിയിരിക്കുന്നത് ആവശ്യം പൂർത്തീകരിച്ചിട്ടാണ്. ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടി മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കേണ്ടിയില്ലല്ലോ. അടുത്തരങ്ങ് സ്ഥിരപ്പെടുത്തിയാൽ പോരെ? ബന്ധത്തിനെ സ്ഥിരപ്പെടുത്തിയാൽ നല്ല സുഖമല്ല, അധ്വാനിക്കാണ്ടല്ലേ തിന്നാലോ? ജോലി ചെയ്യേണ്ടത് തിന്നൂടെ സ്വർഗത്തിൽ. ലക്കുംഫി എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? കുലാ വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ. നിങ്ങൾ വേണ്ടതെല്ലാം തിന്നോ, അധ്വാനിക്കും വേണ്ട, ജോലിയും ചെയ്യണ്ട. റഗദ് എന്ന് പറഞ്ഞാൽ വിശാലമായി തിന്നോ. ഹൈസു ശിഅ്തുമാ, എന്താ വേണ്ടത് തിന്നോ. ഇന്നത് തിന്നണ്ടായത് ഒറ്റ ഒരു ഏരിയ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അങ്ങോട്ട് പോണ്ട, അവിടെ പോയിട്ട് പറിച്ച് തിന്നാനും നിൽക്കണ്ട. അതല്ലേ അല്ലാഹു തആല ചെയ്തത്. തിന്നാനും കുടിക്കാനും ആവശ്യങ്ങൾ പൂർത്തിയാക്കാനും രാജ്യം ഭരിക്കാനും ഒക്കെയാണ് ഇവിടത്തേക്ക് അയച്ചിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഭൂമിയിൽ അല്ലാഹു തആല അടിസ്ഥാനപരമായി മനുഷ്യനെ അയച്ചിരിക്കുന്നത് നാം കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ആകാശലോകത്ത് വെച്ച് അള്ളാഹുവാണ് റബ്ബ് എന്ന് ഷഹാദത്ത് പറഞ്ഞ മനുഷ്യൻ ഭൂമിയിലെത്തിയാൽ ആ ഷഹാദത്ത് പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാനാണ്. ആകാശലോകത്ത് വെച്ച് അള്ളാഹ്ക്ക് ഒരു കരാർ കൊടുത്തിരിക്കില്ലേ നമ്മൾ? അതെന്താ മറന്നു പോകുന്നത്? ഇവിടെ 900 സംഘടനകൾ ഉണ്ടായാലും പാർട്ടികൾ ഉണ്ടായാലും ആ അടിസ്ഥാന വിഷയം മറന്നിട്ട് സംസാരിക്കുന്ന എന്തിനാ? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് അയക്കുന്നതിൻ്റെ താല്പര്യം? എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആകാശലോകത്ത് അള്ളാഹ്ക്ക് ഒരു കരാറ് കൊടുത്തിട്ടുണ്ട് മുഴുവൻ മനുഷ്യനും. അവിടെ ജാതിയില്ല, മതമില്ല, അങ്ങനെ ആദർശമില്ല, അനുഷ്ഠാനമില്ല. അങ്ങനത്തെ ഒരു ലോകത്ത് വെച്ച് മനുഷ്യരാശിയെ കൊണ്ട് മുഴുവനത്തിനെ കൊണ്ടും അല്ലാഹു തആല കരാറ് ഏൽപ്പിച്ചതാണ്. നമ്മളത് പലപ്പോഴും പറഞ്ഞത്, ആ ഷഹാദത്ത് മറക്കരുത് നമ്മൾ. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും ഫഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും ഖാലൂ ബലാ ഷഹിദിനാ. അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്ന വിഷയമാണ്. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും, ഇതുവരെ ജീവിച്ച് തീർന്നവരും ഇനി അങ്ങോട്ട് ജീവിക്കാനിരിക്കുന്നവരും, ജാതി മത ഭേദമന്യേ ആദർശമോ അനുഷ്ഠാനമോ നോക്കാതെ മനുഷ്യൻ എന്ന അസ്തിത്വത്തെ മാത്രം പരിഗണിച്ചുകൊണ്ട് ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് അല്ലാഹു തആല മനുഷ്യനുമായിട്ട് സംവദിച്ചിട്ടുണ്ട്. അല്ലാഹു തആല സംവദിച്ചിട്ടുണ്ട്. ഇവിടെ മനുഷ്യൻ എന്ന് പറയുമ്പോൾ നാം അടിസ്ഥാനമായിട്ട് കാണേണ്ടത് റൂഹിനെയാണ്. നമ്മുടെ വിഷയം അതാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്ന അഭൗതിക ലോകം, ആ അഭൗതിക ലോകം 2 തരമാണ്. ഒന്ന് പ്രവാചകന് വഹയിലൂടെ അറിയിച്ചു കൊടുത്തിട്ടില്ലാത്ത അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന ലോകം, അത് പ്രവാചകന് പോലും അറിയാത്ത ലോകമാണ്. അതിനെപ്പറ്റി അന്വേഷിക്കാനോ ചിന്തിക്കാനോ നമുക്ക് അവകാശമില്ല. രണ്ടാമത്തത് പ്രവാചകനിക്ക് വഹയിലൂടെ അറിയിച്ചു കൊടുത്ത ലോകം. ആ ലോകത്തിൽ ഒന്നാമത്തെ ലോകമായിട്ട് നാം കണ്ടത് ആലമുൽ അംറിനെയാണ്, അഥവാ ആലമുൽ അർവാഹിനെയാണ്, അല്ലേ? റൂഹിന്റെ ലോകം. അപ്പൊ മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ അടിസ്ഥാനം റൂഹാണ്, ശരീരം അടിസ്ഥാനമല്ല. റൂഹിനെ സന്നിവേശിപ്പിക്കാനുള്ള ഒരു പേടകം മാത്രമാണ് ഈ ശരീരം. ആവശ്യം തീർന്നാൽ ഒഴിവാക്കും. ഗർഭാശയത്തിൽ റൂഹിന് നിലനിൽക്കാൻ അല്ലാഹു തആല തിരഞ്ഞെടുത്തത് ഭ്രൂണത്തെയാണ്, അല്ലേ? 4 മാസം പ്രായമുള്ള ചാപ്പിള്ള, ഇത്രയും നമ്മൾക്കറിയില്ല, നാടൻ ഭാഷയിൽ പറയാ, ഗർഭാശയത്തിൽ ചാപ്പിള്ളയാണ് റൂഹിനെ സന്നിവേശിപ്പിക്കാൻ അല്ലാഹു സെലക്ട് ചെയ്തത്. റൂഹ് സന്നിവേശിപ്പിക്കപ്പെട്ടതിന് ശേഷം ആ ചാപ്പിള്ളയെ എന്ത് ചെയ്യുന്നു അല്ലാഹു? വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ. ഒരു നിശ്ചിത കാലയളവ് ഗർഭാശയത്തിൽ നാം അതിനെ താമസിപ്പിക്കുന്നു. അല്ലാഹ് അങ്ങനെ പറഞ്ഞത്, ഞാൻ താമസിപ്പിക്കുന്നു തന്നെ അല്ലാഹ് പറഞ്ഞത്. താമസിക്കുന്നു അന്നൊന്നും ചുമാറ് പറയുകയല്ല ചെയ്തത്. വനുഖിറു, ഞാൻ താമസിപ്പിക്കുന്നു, മാ നശാഉ, ആ ഗർഭാശയത്തിൽ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഈ റൂഹ് നിക്ഷേപിച്ച ചാപ്പിള്ളയെ നാം താമസിപ്പിക്കുന്നു ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത കാലയളവ് വരെ. നിശ്ചിത കാലയളവ് എത്രയോ ആവാം. 7-ാം മാസം പ്രസവിക്കാം, 8-ാം മാസം പ്രസവിക്കാം, 10 മാസം പ്രസവിക്കാം, 12-ഓ 14-ഓ മാസം കഴിഞ്ഞാലും പ്രസവിക്കാം. ആ ഗർഭാശയത്തിൽ ഈ കുഞ്ഞിന് നിശ്ചയിച്ച കാലാവധി അള്ളാഹുവിന്റെ വകയാണ്.
നമ്മൾ ധൃതി കാണിക്കും, സമയം വരുമ്പം സമയമായി എന്നും പറഞ്ഞ് ആശുപത്രി പോയിട്ട് കീറിയിട്ട് കുഞ്ഞിനെയും എടുക്കുന്നതിന് ആരാ ഉത്തരവാദി? സമയം എത്തുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ പുറത്തു കൊടുക്കുക. ഈ ഭൗതിക സൗകര്യമുള്ളതുകൊണ്ടല്ലേ. സൗകര്യം ഇല്ലാത്തൊരു കാലത്ത് കാത്തിരുന്നല്ലേ പറ്റൂ. 12 മാസം അങ്ങനെ 12 മാസം 14 മാസം 14 കാത്തിരുന്നല്ലേ പറ്റൂ. ഇപ്പൊ സൗകര്യമുള്ളതുകൊണ്ട് എല്ലാവരും സൗകര്യത്തെ ഉപയോഗപ്പെടുത്തുന്നു എളുപ്പമാകാൻ വേണ്ടിയിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പറഞ്ഞത് എന്താണ്? സുമ്മ നുഖ്രിജുക്കും തിഫ്ല, പിന്നെ ഞാൻ നിങ്ങളെ ഒരു കുഞ്ഞായിട്ട് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇത്ര നല്ല ശൈലിയാണ് അള്ളാഹുവിന്റെ. സുമ്മ നുഖ്രിജുക്കും, പിന്നെ നാം നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. തിഫിലൻ, ഒരു കുട്ടിയായിട്ട്, ഒരു മനുഷ്യ കുട്ടിയായിട്ട് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. 1-ാം ഘട്ടം പൂർത്തിയായി. അലമുൽ അർഹാം, ഗർഭാശയ ലോകം പൂർത്തിയായി. ആ സമയത്ത് റൂഹ് സന്നിവേശിപ്പിക്കപ്പെട്ടത് ഈ കുട്ടിയിലാണ്. റൂഹിന് വല്ല വ്യത്യാസമുണ്ടോ? റൂഹിന്റെ അവസ്ഥകൾക്ക് വല്ല മാറ്റവും ഉണ്ടോ? റൂഹ് കൂടിയും കുറയും ചെയ്യോ? റൂഹ് വളരെയും ചെറുതാകുകയും ചെയ്യോ? റൂഹ് മരിക്കോ? കാലാവധി പൂർത്തിയാക്കുകയല്ലേ ചെയ്യുള്ളൂ. ഗർഭാശയത്തിലെ കാലാവധി പൂർത്തിയാക്കുന്ന ആ 10 മാസക്കാലം റൂഹിന്റെ താക്കത്ത് നിശ്ചിത താക്കത്ത് തന്നെയാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പേടകത്തിൽ പ്രവർത്തിക്കാൻ പാകത്തിൽ അതിനെ നിയന്ത്രിക്കുകയാണ് അല്ലാഹു തആല റൂഹിനെ. ഭൂമിയിൽ വന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സുമ്മ നുഖ്രിജുക്കും സിഫില, എന്നിട്ട് പറഞ്ഞു നിങ്ങളെ ആ കുട്ടിപ്രായം തന്നിട്ട് നിങ്ങളെ യുവത്വത്തിലേക്ക് കൊണ്ടുവരുന്നു. അശുദ്ധക്കും സുമ്മ തുറദ്ദൂന ഇലാ, നിങ്ങളെ ഞാൻ യുവത്വത്തിലേക്ക് കൊണ്ടുവരുന്നു. കുട്ടിപ്രായം, ബാല്യപ്രായത്തിൽ റൂഹ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നു. റൂഹിന്റെ താക്കത്ത് തുല്യമാണ്. താക്കത്ത് കൂടിയും കുറയും ചെയ്തില്ല. ആ ബാല്യപ്രായത്തിനനുസരിച്ച് അല്ലാഹു തആല അതിനെ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ 80ന്റെ ബൾബ് കത്തുന്നു, 100ന്റെ ബൾബ് കത്താം, 1000ന്റെ ബൾബ് കത്തുന്നു. അങ്ങനെ വരുന്ന സാധനം ഒരേ അളവാണ്. ഇവിടെ എന്നിട്ടല്ലേ ട്രാൻസ്ഫോമർ മുഖേന അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരുന്നത്. നേർക്ക് കണക്ഷൻ കൊടുത്താൽ എന്താകുക? പീസായി പോവും. വളരെ കൃത്യമാണ് അള്ളാഹുവിന്റെ തർത്തീബ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യുവത്വത്തിലേക്ക് കടക്കുന്നു ഭൂമിയിൽ മനുഷ്യൻ. ആ പാകത്തിൽ റൂഹിനെ അല്ലാഹു തആല സംവിധാനിക്കുന്നു. വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, വയോവാർദ്ധക്യത്തിലേക്ക് പോകുന്നു. ഒരു 100-120 വയസ്സ് വരെ പോകുന്നു. എന്താണ് ആ സമയത്തുള്ള അവസ്ഥ? ലിക്കൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ഷൈഅ, നിങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കി എന്നിട്ട് നിങ്ങൾ ജീവിച്ചു. നിങ്ങൾ 40 വയസ്സൊക്കെ വളരെ സജീവമായിരുന്നു. 60 വയസ്സായി, ഇപ്പൊ 80 വയസ്സായി. നിങ്ങൾ ഒന്നും അറിയാത്ത തുടക്കത്തിലേക്ക് മടങ്ങുന്നു. ഒരു 120 വയസ്സ് ഉപ്പുപ്പ ഇങ്ങനെ ഇരിക്കുകയാണ് മൂലയിൽ. ഉപ്പുപ്പ വിളിച്ചു, മോള് ഓടി വന്നു. ഈ കയരം കൊണ്ടുവച്ച്, ഏതാ കയറ്? ഒരു പാമ്പുണ്ടായിരുന്നു അവിടെ. പാമ്പിനെ എടുത്തിട്ട് ഉപ്പുപ്പ മോക്കെടുത്ത് കൊടുത്തു, മോളെ ഈ കയരം കൊണ്ടുവെക്കുന്നു. ഉപ്പുപ്പ അത് പാമ്പാണ്, കയറല്ല. അത് ശരി, എന്നാ പോട്ടെ. ഉപ്പുപ്പ ആ അവസ്ഥയിലായി. ഇപ്പം ആരായിരുന്നു? IG ആയി ജീവിച്ച ആളാണ്, SI ആയി ജീവിച്ച ആളാണ്, ഉസ്താദായിട്ട് ജീവിച്ച ആളാണ്. ആ പ്രായത്തിൽ, ആ യുവത്വത്തിന്റെയും യൗവനത്തിന്റെയും സമയത്ത് അറിവ് പ്രസരിച്ച ആളാണ്. ഇപ്പൊ എല്ലാം പോയി കുട്ടികളെ പോലെ ആയിപ്പോയി അല്ലേ? തുടക്കത്തിലേക്ക് മടങ്ങിയില്ലേ? 2 വയസ്സ് 1 വയസ്സ് പ്രായത്തിലേക്ക് മടങ്ങിയില്ലേ? ഇപ്പൊ 120 വയസ്സായാലും. എങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു മടക്കം പൂർണ്ണമായിട്ടും ഉണ്ട് എന്ന് പറയുമ്പോൾ മാത്രം എന്താ സംശയിച്ചു പോകുന്നത്? ദുനിയാവിൽ തന്നെ അല്ലാഹ് കാണിച്ചു തരികയല്ലേ ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക്, തുടക്കത്തിലേക്ക്. അതേപോലെ തന്നെ മനുഷ്യൻ എന്ന സൃഷ്ടി ഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് തുടക്കത്തിലേക്ക് മടങ്ങണം. ഭൂമി തുടക്കമല്ല, ഭൂമി തുടർച്ചയാണ്. വളരെ കൃത്യമാണ് കാര്യം, അല്ലാഹുവിന്റെ കാര്യം. അപ്പൊ അതിന് പാകത്തിൽ റൂഹിനെ ആക്കി. ബർസഖാണ് 3ാമത്തെ ലോകം, ആലമുൽ ബർസഖ്. ബർസഖിന്റെ അവസ്ഥ എന്താണ്? ഈ പേടകത്തെ അങ്ങ് മാറ്റി റൂഹിനെ സ്വതന്ത്രമാക്കി പാർപ്പിക്കുക. ഒന്നിക്കൽ ഇല്ലിയില് അല്ലെങ്കിൽ സിജ്ജിയില്. കേട്ടിട്ടില്ലേ? പേടകത്തിന് പ്രസക്തിയില്ല, പിന്നെ ഈ ശരീരത്തിന് പ്രസക്തിയില്ല. അത് മണ്ണിനുള്ളതാ. കുറെ നാൾ കഴിച്ചിട്ട് തുറന്നു നോക്കിയാൽ മണ്ണ് നിന്നിട്ടുണ്ടാവും. ഈ ശരീരം നിർമ്മിക്കപ്പെട്ടത് മണ്ണിന് തിന്നാൻ വേണ്ടിയുള്ള, പുഴുക്കൾക്ക് തിന്നാൻ വേണ്ടിയുള്ളതാണ്. ഇപ്പൊ അല്ലെങ്കിൽ അടക്കടക്കും വേണ്ടിയുള്ള ചില ശരീരങ്ങളെ അല്ലാഹു തആല ഖബറിൽ തന്നെ സൂക്ഷിക്കും. റൂഹ് സ്വതന്ത്രമാണ്. അവിടെ ശരീരം വേണമെന്നില്ല റൂഹിന് നിലനിൽക്കണമെങ്കിൽ. അത് ആലമുൽ ബർസഖിന്റെ കാര്യം. ആലമുൽ ബർസഖ് വ്യക്തിഗതമാണ്. ഗർഭാശയത്തിലെ ലോകം വ്യക്തിഗതമാണ്. ഭൂമിയിലെ ലോകം വ്യക്തിഗതമാണ്. ബർസഖിന്റെ ലോകം വ്യക്തിഗതമാണ്. നാളെ ആഖിറത്തിലെത്തിയാൽ സാമൂഹ്യമാണ്. അവിടെ അല്ലാഹു തആല പുതിയ പേടകം നിർമ്മിക്കുകയാണ്. ബദഇനാക്കും ഖമാ ഖലഖനാക്കും അവ്വല മറ.
നിങ്ങൾ മുമ്പ് സൃഷ്ടിച്ചതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഒരു പേടകത്തെ നാം നിർമ്മിക്കുകയാണ്. ആ പേടകത്തിന്റെ പ്രത്യേകത എന്താ? ഭൂമിയിലുള്ള പാകതയോ ഗർഭാശയത്തിലുള്ള അവസ്ഥയോ ആയിരിക്കില്ല, ബർസഖിലെ അവസ്ഥയോ ആയിരിക്കില്ല. ആ റൂഹിന്റെ പൂർണ്ണമായ അവസ്ഥ പ്രയോഗിക്കാൻ പാകത്തിലായിരിക്കും അവിടെ നിർമ്മിക്കുന്ന ശരീരം. അഷ്റഫുൽഖൽക്ക് പറഞ്ഞ ഒരു ഹദീസിൽ വ്യക്തമാണ്, ആ ശരീരത്തിന്റെ ചുണ്ട് ഉഹുദ് മലയോളം കാണും ചിലപ്പോൾ. അപ്പോൾ ഒരു ശരീരത്തിന്റെ അവസ്ഥയായത് മഹ്ശറിൽ ഹാജരാക്കുന്ന ശരീരം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത, എല്ലാം പറഞ്ഞു തന്നിട്ട് ഒരു മരിച്ച മയ്യത്തിനെ വീണ്ടും ജീവിപ്പിക്കാൻ അള്ളാഹു കഴിവുള്ളവനല്ലേ എന്ന് അള്ളാഹു തആല ചോദിക്കുന്നു പരിശുദ്ധ ഖുർആനിൽ. അപ്പൊ ആ ശരീരത്തിന്റെ അവസ്ഥ, ആ ശരീരത്തെ ആയിരിക്കും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വിടുന്നുണ്ടാവുക. അപ്പൊ അടുത്ത അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ, ഇത് ആവശ്യമില്ലാത്ത ചിന്തിച്ചിട്ട് തലകൊണ്ടാക്കണ്ട. ഈ സയൻസ് റസൂലുള്ള ഒരിക്കലും മനുഷ്യനെ ബുദ്ധിമാനാക്കൂല, പിരാന്തനെ ആക്കുള്ളൂ. ഓ മാനസിക രോഗിയായിട്ട് അവസാനം യുക്തിവാദിയോ നിരീശ്വരവാദിയായിട്ട് ചാലായിരിക്കും ഗതി. അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട. ആവശ്യമില്ലാത്ത അള്ളാഹിന്റെ സംവിധാനത്തെ പറ്റി ചിന്തിച്ചിട്ട് തലകളയണ്ട. കൽപ്പിക്കപ്പെട്ടത് മാത്രം ചിന്തിച്ചാൽ മതി. ആ പാകത്തിലാണ് അള്ളാഹു തആല നമ്മുടെ മനസ്സിനെ, നമ്മുടെ കൽബിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം ആലോചിക്കുന്നത്, എന്താണ് ശരീരം? ശരീരം എന്താ? ശരീരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? 4 സംഭവങ്ങൾ ഒരുമിച്ചുകൂടിയ ഒരു പ്രതിഭാസമാണ് മനുഷ്യ ശരീരം. അതിൽ ഒന്നാമത്തെ റോള് റൂഹിൻ്റെതാണ്, രണ്ടാമത്തെ റോള് ശരീരത്തിൻ്റെതാണ്, മൂന്നാമത്തെ റോള് കൽബിൻ്റെതാണ്, നാലാമത്തെ റോള് ജീവൻ, ഹയാത്ത്, ജീവൻ, ഉയിര് എന്നൊക്കെ നമ്മൾ പറയുന്നത് ജീവൻ. ആ 3 കാര്യങ്ങളെ സജീവമാക്കി തീർക്കാനുള്ള ഊർജമാണ് ജീവൻ. നമ്മൾ സാധാരണ പവർ എന്ന് പറയുന്നില്ലേ, കറണ്ട് ഉണ്ടെങ്കിലല്ലേ ഫാൻ കറങ്ങുള്ളൂ. അപ്പൊ ആ കറണ്ട് റൂഹിനെയും ശരീരത്തെയും കൽബിനെയും സംയോജിപ്പിച്ചു കൊണ്ടുപോകാൻ. കൽബ് 2 തരമാണ്. ഒന്ന് റൂഹിന്റെ കൽബ്, പിന്നെ ഒന്ന് ശരീരത്തിന്റെ കൽബ്. റൂഹിന്റെ കൽബ്, ശരീരത്തിന്റെ കൽബ്. ശരീരത്തിന്റെ കൽബിനെയും റൂഹിന്റെ കൽബിനെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ശൈത്താന് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ നമുക്ക് ശൈത്താനാണ് ചർച്ച എന്ന് നാം പറയുന്നത്. ജിന്ന് നമ്മുടെ ചർച്ചയിലില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം, വഫാത്തിന് ശേഷം ജിന്നി ഉമ്മത്തിന്റെ ചർച്ചയിലില്ല. ഖൈറിനും ഇല്ല, ഷർറിനും ഇല്ല. നമ്മളെ ചർച്ച പ്യൂർ ഷർറിന്റെ വക്താവായ ശൈത്താൻ മാത്രമാണ്. ഷൈത്താനെ പറ്റി മാത്രമാണ് നമ്മുടെ ചർച്ച. ആ മേഖലയിൽ ചർച്ച ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ ഷൈത്താനെ വണ്ണം വെപ്പിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ പേര് പറയാതെ ഷൈത്താന്റെ പേര് പറയരുത്. ആ സമയത്ത് ഷൈത്താൻ ബിൽഡിങ്ങോളം ഉയരും, ഷൈത്താന്റെ പേര് മാത്രം പറഞ്ഞാൽ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിന്റെ ദിക്റോടൊപ്പമേ ഷൈത്താനെ പറയാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ ദിക്ർ പറഞ്ഞുകൊണ്ട് മഅദല്ലാഹ് അല്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ടേ നിങ്ങൾ ഷൈത്താന്റെ ഷർറ് പറയാൻ പാടുള്ളൂ. ആ സമയത്ത് അവൻ വെള്ളത്തിലിട്ട ഉപ്പരിയും പോലെ അലിഞ്ഞു പോകുമെന്ന്. എങ്കിൽ പിന്നെ ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ ഷൈത്താൻ ബിൽഡിംഗ് അല്ല, ടവറിന്റെ അപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. കാരണം ചർച്ച കംപ്ലീറ്റ് ഷൈത്താനും ജിന്നുമാണ്. ഏത് സദസ്സെടുത്ത് നോക്കിയാലും ഷൈത്താനും ജിന്നും, ഒന്നിക്ക് അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം. അതേ സമയത്ത് അവിടെ ചർച്ച ചെയ്യാൻ പറ്റിയ വിഷയം ജിന്നല്ലേ, അല്ല ഷൈത്താനാ. അല്ലാഹു തആല തുടക്കത്തിൽ മനുഷ്യനോട് പറഞ്ഞത് എന്താ? ലാ യഫ്തിനന്നകുമു ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ ഉമ്മാനെയും ഉപ്പാനെയും പുറത്താക്കിയതുപോലെ നിങ്ങളെയും കുഴപ്പത്തിലാക്കാതെ ശൈത്താനെ സൂക്ഷിച്ചോളണം കേട്ടോ എന്ന് അള്ളാഹ് ആദ്യം മനുഷ്യനോട്, ആദം ഹവ്വ ദമ്പതിമാരോട് പറഞ്ഞത്. നാളെ ആഖിറത്തിൽ വെച്ച് അല്ലാഹു തആല മനുഷ്യരെ വിളിച്ച് ചോദിക്കുന്നതും യാ ബനി ആദമ അലം അൽഹദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു അശ്ശൈത്താൻ. അവിടെ ഒന്നും ജിന്നെന്ന് ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ ജിന്നെന്ന് ഉപയോഗിച്ചിട്ടില്ലേ? മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സാഹിര്യങ്ങള് അവരെ കയ്യിലുള്ള ചപ്പും ചവറും കയറും പിടിയെല്ലാം നിലത്തിട്ടു. അതെല്ലാം പാമ്പുകളായി രൂപപ്പെട്ടു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് കണ്ടപ്പോ ഓടാൻ തുടങ്ങി. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജാന്ന് എന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഉപയോഗിച്ചിരിക്കുന്ന ആ വർഗത്തിന്റെ പേര് ശൈത്താന് വിട്ട് പറഞ്ഞതാണ്. അത് അള്ളാഹു പറയുന്നതാണ്. നമുക്ക് പറയാൻ അവകാശമില്ല. ആ പാമ്പിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി അള്ളാഹ് നമ്മളോട്, റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു കൊടുത്ത സംഭവം അള്ളാഹ് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് അറിയാൻ പോകുന്നില്ല. അങ്ങനെ
പിന്നെ പണം പേർത്തി വരുന്ന ജിന്നാണെന്ന് തോന്നി വല്ല മുദിബിറ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഓടി. വലം യുഅഖിബ്, തിരിഞ്ഞു നോക്കാണ്ട് ഓടിയെന്ന. വലം യുഅഖിബ് എന്ന് പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാണ്ട് ഓടി. സ്വാഭാവികം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യനാണ്. മനുഷ്യന് പേടി തബഇയ്യ. പാമ്പിനെ പേടിക്കുക എന്നുള്ളത് തബഇയ്യ. ജാറത്തെ പേടിക്കുക എന്നുള്ളത് ശറഇയ്യ. പേടി രണ്ട് തരമാണ്. ഇതെല്ലാം മനസ്സിലാവുന്നുണ്ടോ എനിക്കറിയില്ല. പേടി രണ്ട് തരമാണ്. ഒന്ന് തബഇയ്യായ പേടി, പാമ്പിനെ കണ്ട പേടിക്കുന്നത് പോലെ, ഇരുട്ടത്ത് ഒറ്റക്ക് കിടക്കുമ്പോൾ പേടിക്കുന്നത് പോലെ. അത് മനുഷ്യന്റെ പ്രകൃതിപരമായ പേടിയാണ്. അത് അനുവദിക്കപ്പെട്ട പേടിയാണ്. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് പറഞ്ഞു മക്കളോട്, മക്കളെ സൂക്ഷിച്ചോളണം. ഇന്നി അഖാഫു അൻ യഅകുലഹു الذئب വഅൻതും അൻഹു ഗാഫിലൂൻ. നിങ്ങൾ ഒന്നിച്ചാൻ എൻ്റെ മോനെ അയക്ക യൂസുഫിനെ. പക്ഷെ ഇന്നി അഖാഫു, എനിക്ക് പേടിയുണ്ട്. അൻ യഅകുലഹു الذئب, ചെന്നായ അവനെ പിടിച്ചേക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്, തിന്നേക്കുമെന്ന്. വഅൻതും അൻഹു ഗാഫിലൂൻ, നിങ്ങൾ അവനെ ഒറ്റക്കാക്കിയിട്ട് നിങ്ങളെ തുണിങ്ങുപ്പായെല്ലാം കഴിച്ചു വെച്ചിട്ട് അവിടേക്ക് നിങ്ങൾ കളിക്കാൻ വേണ്ടി മൈതാനത്തേക്ക് പോകും. അപ്പൊ എൻ്റെ മോൻ ഒറ്റക്കാവും. ആ സമയത്ത് ചെന്നായ വന്നിട്ട് തിന്നേക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്. ആ പേടി അനുവദിക്കപ്പെട്ട പേടിയാണ്. അങ്ങനെ ഒരു പട്ടി ഓടുമ്പോൾ നമ്മൾ വേഗം കയറി നിൽക്കുന്ന പട്ടിയെ പേടിക്കുക എന്നുള്ളത് തബഇയ്യ. എനിക്ക് പട്ടിയൊന്നും പേടിയില്ല എന്ന് പറഞ്ഞാൽ അവൻ എന്തോ മാനസിക രോഗം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. പാമ്പ് വരുമ്പോൾ എനിക്ക് പാമ്പിനൊന്നും പേടിയില്ല എന്നർത്ഥം പറഞ്ഞാൽ അവനിക്ക് എന്തോ സംതിങ് റോങ്, അവനെ ചികിത്സിക്കണം, അവനെ ബുദ്ധിക്ക് എന്തോ തകരാറുണ്ട്. പേടിക്കേണ്ടതിനെ പേടിക്കുക എന്നുള്ളത് ബുദ്ധിയുടെ അടയാളമാണ്. പേടിക്കേണ്ടതിനെ പേടിക്കുക എന്നുള്ളത് ബുദ്ധിയുടെ അടയാളമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു തർബിയത്ത് കൊടുത്തു. എന്താ തർബിയത്ത് കൊടുത്തത്? പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് യൂസുഫ് കൊട്ടാരത്തിലെത്തി രാജ ഭരണാധികാരിയായി ബിന്യാമീൻ എന്ന് പറയുന്ന ചെറിയ മോനെ അയക്കുന്ന സന്ദർഭത്തിൽ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോഴേക്കും കാര്യം വേർതിരിച്ച് കിട്ടണം. നബിയായാലും ഇങ്ങനെ കിട്ടി വരികയേ ഉള്ളൂ ഹിദായത്തിന്റെ പൊലിമ. പിന്നെയാണോ നമ്മളെ കാര്യം? നമ്മളിങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത് കീശിലിട്ട എല്ലാം ആയി വെച്ചിട്ട് നടക്കുകയല്ലേ. നബിക്കായിട്ടില്ല, ഘട്ടം ഘട്ടമായി ആയിക്കൊണ്ട് വരുന്നേ ഉള്ളൂ. ഞാൻ ചെന്നായെ പേടിക്കുന്നു എന്ന് പറഞ്ഞു ഒഴിഞ്ഞത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതേ സ്ഥലത്ത് അത് തിരുത്തി യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചു. അള്ളാഹ് പഠിപ്പിച്ചു. ബിന്യാമീൻ എന്ന മോൻ, ആ മോനെ അയക്കുന്ന സമയത്ത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് എനിക്ക് ചെന്നായ പേടിയുണ്ട് എന്നല്ല, പിന്നെന്താ, വല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. ധൈര്യമായിട്ട് പോ, ഞാൻ എൻ്റെ മോനെ അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ വാക്ക്? ആ വാക്ക് ഈ വാക്കും കൊണ്ട് ചേർത്ത് വെച്ച് നോക്കിയേ. ആദ്യം പറഞ്ഞത് അത്രയും ഡിഗ്രിയിലെത്തിയിട്ടില്ലാത്ത സമയമാണ്. രണ്ടാമത് പറഞ്ഞത് ഇസ്ലാമിൽ നിന്ന് ഈമാനിലേക്ക്, ഈമാനിൽ നിന്ന് ഇഹ്സാനിലേക്ക് വരുന്നുണ്ട്. ഇഹ്സാന്റെ വാക്കാണ് ആ പറഞ്ഞത്. അന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ വാക്കാണ്. പ്രൈമറി സ്റ്റേജിൽ നിന്നുകൊണ്ടാണ് അന്ന് പറഞ്ഞത്. ഇന്ന് ഇഹ്സാനിലെത്തി. ധൈര്യമായിട്ട് കൂട്ടിയിട്ട് എൻ്റെ മോനെ ഞാൻ എൻ്റെ അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടു. എന്താ സംഭവിച്ചത്? എൻ്റെ മോനെയും തിരിച്ചു കൊടുത്തു, രണ്ട് മോനെയും തിരിച്ചു കൊടുത്തു അല്ലേ? യൂസുഫിനെയും തിരിച്ചു കൊടുത്തു, ബിന്യാമിനെയും തിരിച്ചു കൊടുത്തു, ബാക്കി 10 മക്കൾ അതും തിരിച്ചു കൊടുത്തു. ഉപ്പയും 12 മക്കളും ഉമ്മയും റാഹത്തായിട്ട് ജീവിച്ചു ഈജിപ്തില്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അതല്ലേ. എന്താ കാര്യം? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷണത്തിൽ ഇഹ്സാന്റെ ദർജ പൂർത്തിയാക്കിയപ്പോൾ ദുനിയാവ് അല്ലാഹു തആല എല്ലാം പിറകെ കൊടുത്തു. ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. ഇത് നമുക്ക് പറഞ്ഞ ഇന്ന അഹ്സനുൽ ഖസസ് നഖുസ്സു അലൈക അഹ്സനുൽ ഖസസ്, നിങ്ങൾക്ക് നല്ലൊരു ചരിത്രം പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടാണ് ഈ സംഭവം അല്ലാഹു തആല നബി ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് നബി വിഷമിക്കണ്ട, നാട്ടാർ മുഴുവനും പുറത്താക്കട്ടെ, നിങ്ങൾ സഹിച്ച് ക്ഷമിച്ച് നിൽക്കും. അന്ന് യൂസുഫ് എത്തിയിടത്ത് നിങ്ങൾ എത്തും. അതിനേക്കാൾ ഉയർന്ന സ്ഥലത്ത് എത്തിയില്ലേ? അശഫലുകൾക്ക് മക്കം ഫത്തീന്റെ സമയത്ത് അന്ന് യൂസുഫ് എത്തിയതുപോലെ എത്തിയില്ലേ? അത് പരിശീലിപ്പിക്കാൻ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ട്. അല്ലാഹു തആല കഴിവുള്ളവരല്ലേ ഒറ്റയടിക്കെല്ലാം തകർത്തിട്ട് അങ്ങ് ഏൽപ്പിക്കാൻ. അള്ളാഹിന്റെ രീതി അതല്ല എന്നാ പറഞ്ഞത്. ഇത് ദുനിയാവാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് വെച്ച് ട്രെയിനിങ് കൊടുത്തിട്ട് 2 ആളെ അയച്ചിരിക്കുകയാണ്. ഒന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാം, അത് അള്ളാഹു ആകാശത്തിൽ വെച്ച് ഡയറക്റ്റ് ട്രെയിനിങ് കൊടുത്ത ആളാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭൂമിയിലുള്ള ജോലി എന്താണ്? ഹിദായത്ത് മക്കൾക്ക് പറഞ്ഞു കൊടുക്കലാണ്. എന്താണ് ഹിദായത്ത്? ആകാശ ലോകത്ത് വെച്ച് അള്ളാഹിന്റെ റുബൂബിയത്ത് ജീവിച്ച് തെളിയിച്ചോളാം എന്ന് അള്ളാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഷഹാദത്ത് ദുനിയാവിൽ പാലിക്കുക എന്നുള്ളതാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യേണ്ട ഉത്തരവാദിത്തം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയുടെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയില്ല? ജനങ്ങൾ ജാറത്തിലെത്തിയിട്ടില്ല, അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഭാര്യക്ക് ഹവ്വാക്കും മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന എന്താ? ആകാശ ലോകത്ത് വെച്ച് സംസാരിച്ച അള്ളാഹുവിനെയാണ്.
ആകാശത്ത് വെച്ചിട്ടുള്ള ഷഹാദത്താണ് ചർച്ച. ആദം മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കൾ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്. ഇബ്നു അബ്ബാസിൽ നിന്നുള്ള നിവേദനം. എന്തുകൊണ്ടാണ് അവർ കുല്ലുഹും ഫി തൗഹീദ്? അവർ അള്ളാഹുവിന്റെ റുബൂബിയത്തിൽ നിന്നൊരു ഇഞ്ച് മാറിയിട്ടില്ല. ആകാശത്തിൽ വെച്ച് അള്ളാഹു തആല ഷഹാദത്ത് ചെയ്യിപ്പിച്ച ആ ഷഹാദത്ത് ഒരു പോയിന്റ് മാറ്റിമറിക്കാൻ ആദമിന്റെ മക്കൾ തയ്യാറായില്ല. ബഹുമാനപ്പെട്ട ആദം അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചപ്പോൾ രണ്ടാമത്തെ ആള് രംഗത്ത് വന്നു. രണ്ടാമത് ട്രെയിനിങ് കിട്ടിയതായിരിക്കാണ് ശൈത്താനാണ്. അതോ ജിന്നുകൾക്ക് മുഴുവൻ ട്രെയിനിങ് കിട്ടി എന്ന് പറയാൻ പറ്റുമോ? ആകാശത്തിൽ വെച്ച് കൂട്ടിലെ ശൈത്താൻ ഒറ്റയ്ക്കല്ലേ, അയാൾക്കന്ന് മക്കളൊന്നും ഇല്ലല്ലോ, ബാക്കിയെല്ലാം നശിപ്പിച്ചില്ലേ? ഭൂമിയിൽ എത്തിയതിന് ശേഷമല്ലേ അയാൾക്ക് ദുര്യത്തുണ്ടാകുന്നത്. അത് എങ്ങനെയാന്ന് ഒരു തിരുവാടം നമുക്കില്ല. ബിലിസ് ഭൂമിയിൽ വന്നിട്ട് വിവാഹം കഴിച്ചിരുന്നോ? വിവാഹം കഴിച്ചത് പെണ്ണായ ഇണയെ തന്നെയാണോ? എന്തിനാണ് ഈ പിരാന്തൻ ചർച്ച? തീർച്ചയായിട്ടും ബദ്ർ യുദ്ധത്തിൽ ശൈത്താൻ കളിച്ചതുപോലെ വർത്തമാന കാലഘട്ടത്തിൽ ഹിദായത്തിന്റെ തൗഹീദിന്റെ ദഅവത്തിൽ ശൈത്താൻ കളിച്ചിട്ടുണ്ട്. ആ കളിയിൽ ഒരു കൂട്ടക്കാര് പെട്ടിട്ടുണ്ട്. അവർ ശൈത്താൻ അനുയായികളായിട്ട് പോയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിയേ പറ്റൂ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശൈത്താനെ പരിചയപ്പെടുത്തി തരുന്നത് ലലാലത്തിന്റെ വക്താവായിട്ടാണ്. ലലാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിദായത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്, മറുവശത്തുള്ളതാണ്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ ആകാശ ലോകത്ത് വെച്ച് അള്ളാഹ്ക്ക് കൊടുത്ത റുബൂബിയ്യത്തിലുള്ള ഷഹാദ പ്രാവർത്തികമാക്കുക. അശ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ്, ഐ ലാ മാലിക ഇല്ലല്ലാഹ്, ലാ ഖാലിഖ ഇല്ലല്ലാഹ്, ലാ റാസിഖ ഇല്ലല്ലാഹ്. അതാണ് ആകാശ ലോകത്ത് വെച്ച് കൊടുത്ത തദ്ബീദ് ഷഹാദ. ഇവിടെ ഒന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ചയ്ക്ക് വരുന്നില്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചതിന് ശേഷം ഇതേപോലെ ചർച്ച ചെയ്ത് ട്രെയിനിങ് കൊടുത്തിട്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അസാസിലെ ഇബ്ലീസാക്കിയിട്ട് ശൈത്താനായിട്ട് അയക്കുന്നത്. അന്ന് ആ കരാറെന്താ നിങ്ങൾ വായിക്കാത്തത്? ശൈത്താനുമായിട്ടുള്ള അള്ളാഹുവിന്റെ ആ സംവാദം, ഈ മനുഷ്യനുമായിട്ടുള്ള സംവാദം മാത്രമല്ല കാര്യമായിട്ട് വായിക്കുന്നല്ലോ. ശൈത്താനുമായിട്ടുള്ള സംവാദം എന്താ നിങ്ങൾ വായിക്കാത്തത്? അതെന്താ വെറും സാങ്കല്പികമായി? സയൻസ് റസൂലക്കാരെ വിട്, അവർക്ക് സയൻസ് രോഗം പിടിവിട്ടിട്ട് കിടക്കുക. മുവഹിദീങ്ങൾ പോലും ആ കാര്യം ഒരു സങ്കല്പം പോലെ കണക്കാക്കുന്ന എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തിപരമായി ചർച്ച ചെയ്തിട്ടില്ലേ? എന്താ ചോദിച്ചത്? മാ മനഅക യാ ഇബ്ലീസ്, ഓ ഇബ്ലീസേ, പേരെടുത്തിട്ടല്ലേ അല്ലാഹു തആല വിളിക്കുന്നത്. മാ മനഅക, നിന്നെ തടഞ്ഞ കാര്യം എന്താ? ഡയറക്റ്റ് ചർച്ച എന്നല്ലേ മനസ്സിലാകുന്നത്. മനഅക എന്ന് പറഞ്ഞാൽ പിന്നെ മുഖാത്തബ്, മുമ്പിലുള്ള ആളോട് സംസാരിക്കുന്നില്ലേ ക എന്ന് പറയുന്നത്. നിന്നെ തടഞ്ഞ കാര്യം എന്താ? അൻ തസ്ജുദ ലി ആദം, ആദമിന് സുജൂദ് ചെയ്യാൻ നിന്നെ തടഞ്ഞ കാര്യം എന്താ? ഇത് അമർത്തുക്, ഞാൻ കൽപ്പിച്ചപ്പോൾ. ഞാൻ മൊത്തത്തിൽ നീ അടക്കമുള്ള ആ സമൂഹത്തോടല്ലേ സുജൂദ് ചെയ്യാൻ പറഞ്ഞത്. മലക്കുകൾ മുഴുവനും സുജൂദ് ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ വളർന്നു വന്ന നീ എന്തേ സുജൂദ് ചെയ്യാതെ മാറി നിന്നത്? ചർച്ചയല്ലേ ഇത്? സാങ്കല്പികമെന്ന് പറയാൻ പറ്റുമോ? ഇത് നോവലാന്ന് പറയാൻ പറ്റുമോ? ഖുർആനല്ലേ കൂട്ടരെ? ഇത് ഞങ്ങൾക്ക് ഓതി തന്ന ഖുർആനല്ലേ? മനുഷ്യനെ പറ്റി പറയുന്നെല്ലാം ശാസ്ത്രീയം, ശൈത്താനെ പറ്റി പറയുന്നതെല്ലാം ഒരു കൂട്ടക്കാർക്ക് പിന്നെ സങ്കല്പം, വേറെ കൂട്ടക്കാർക്ക് അതെന്തോ നമ്മളെ കൈയും പിടിച്ച് നടത്താൻ പറ്റുന്നൊരു സൈസാന്നല്ല. രണ്ടുമല്ല, അത് മാറ്റിയിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എന്താണ്? അന ഖൈറും മിൻഹു, ഞാൻ ആദമിനേക്കാൾ ഖൈറാണല്ലോ അല്ലാഹുവേ. അസ്ജുദു ലിമൻ ഖലഖത തീന, കളിമണ്ണ് കുഴച്ച് പശർമയുള്ള മാവാക്കി എന്നിട്ട് അതിലൂടെ നിർമ്മിച്ച ഒരുത്തനെ മിമ്മാരിജിമ്മിന്നാർ, പുകയില്ലാത്ത തീന്റെ കടുകട്ടിയുള്ള നീല കളറുള്ള ജ്വാലയിൽ നിന്ന് നിർമ്മിക്കപ്പെട്ട ഞാൻ, അല്ലേ നീ എന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ സമ്മതിക്കുന്നു. അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ടത് മുഴുവനും സമ്മതിക്കുന്നു ശൈത്താൻ. അതാണ് രസം. അള്ളാഹുമായി ബന്ധപ്പെട്ടത് മുഴുവനും സമ്മതിക്കും. നിങ്ങൾക്കൊരു സംഭവം പറഞ്ഞുതരാം. അഷ്റഫുൽ ഖൽഖായ മുത്തായ മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന് വേണ്ടി ഒരുങ്ങി ബദറിലെത്തിയിരിക്കുകയാണ്. ഏതാണ്ട് വ്യത്യസ്ത ഗോത്രക്കാരായ 1000ഓളം പേരെയും കൊണ്ടാണ് ആര് വരുന്നത്? അബൂജഹൽ വരുന്നത്. ഏതാണ്ട് ബദറിന്റെ അടുത്തെത്താനായപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് ബനു കിനാന ഗോത്രക്കാര് മാറി നിൽക്കാൻ തീരുമാനിച്ചു. അവർക്കൊരു എക്കശക്ക്, എന്തിനാവശ്യമില്ലാണ്ട് യുദ്ധത്തിനൊക്കെ പങ്കെടുക്കണം, ആവശ്യമില്ലാണ്ട് എന്തിനാണ് നാശത്തിന് കാത്തിരിക്കണം, നമുക്കെന്തിനാ അഹങ്കാരം, ഈ അബൂജഹൽ പറയും പോലെ നമ്മളെന്തിനാ മെനക്കെടുന്നത്, അങ്ങനെ ഒരു വസ്വാസ്.
ഈ വസ്വാസ് നടക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അബൂജഹൽ ഇടപെട്ടു. കർശനക്കാരനാണ്, തീവ്രമാണ്. ലഅനഹുല്ലാ. അബൂജഹൽ ഇടപെട്ട് അവരെ നേരെയാക്കി മനസ്സോടെ അവർ വന്നു. യുദ്ധത്തിന് രണ്ടുപേരും മുഖാമുഖം, ഞാൻ ചുരുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ശ്വാസം മുട്ടുന്നത്. യുദ്ധത്തിന് മുഖാമുഖം നിൽക്കുന്ന സന്ദർഭത്തിൽ ബനു കിനാന ഗോത്രത്തിൽപ്പെട്ട സുറാഖത്ത് ബിനു മാലിക് എന്ന് പറഞ്ഞൊരാള് കിനാന ഗോത്രത്തിന്റെ തലവനാണ്. ആ സുറാഖത്ത് ബിനു മാലിക് ഖുറൈശികളുടെ കൂട്ടത്തിലേക്ക് വന്ന് ഖുറൈശികൾക്ക് ഭയങ്കരമായ ആവേശം കൊടുക്കുകയാണ്. അപ്പൊ കിനാന ഗോത്രക്കാരിങ്ങനെ ഇടഞ്ഞിരിക്കുകയാണല്ലോ, അവരെയും കൂടി യുദ്ധത്തിൽ. അപ്പൊ സുറാഖത്ത് ബിനു മാലിക്, ഈ സുറാഖത്ത് ബിനു മാലിക് കിനാന ഗോത്രത്തിന്റെ തലവനാണ്. ഖുറൈശികളോട് ആവേശം കൊടുത്തിട്ട് എന്ത് പറഞ്ഞത്? ഈ സംഭവം അഷ്റഫുൽ ഖൽക്കിനെ അള്ളാഹു അറിയിക്കുന്നു. എന്താ സംഭവിച്ചത്? സുറാഖത്ത് ബിനു മാലിക് കൂട്ടത്തിൽ വന്ന് നിന്നിട്ട് പറഞ്ഞു, ഇന്നി ജാറുല്ലക്കും, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. ഫലാ ഗാലിബ അലൈക്കുമുൽ യൗം, ഇന്നത്തെ ദിവസം ഖുറൈശി കൂട്ടം പരാജയപ്പെടുന്ന പ്രശ്നമേ ഇല്ല, ധൈര്യമായിട്ട് നിന്നോളെ. ഇപ്പൊ കിനാന പത്രക്കാർക്ക് നേതാവ് പറയുമ്പോൾ ഒരു ആവേശമായി, ഖുറൈശികൾക്ക് മൊത്തത്തിലും ആവേശമായി. കുറച്ച് സമയം കഴിഞ്ഞു, യുദ്ധം തുടങ്ങി. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സന്ദർഭത്തിൽ സുറാഖത്ത് ബിനു മാലിക്കിനെ കാണുന്നില്ല. അബൂജഹലിന്റെ കൈ തട്ടി മാറ്റിയിട്ട് ഇയാൾ പിന്തിരിഞ്ഞ് ഓടാൻ പോവുകയാണ്. ഓടുമ്പോൾ ഇയാൾ പറഞ്ഞൊരു വാക്ക്, ഞാൻ പോകുകയാണ്, ഇനി എനിക്കിവിടെ നിന്നുകൂടാ, നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കൂട്ടര് വന്നു ചേർന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുകയില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അറാമാല തറവ്, നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഞാൻ കാണുന്ന ഒരു സമൂഹം യുദ്ധത്തിൽ വന്നിട്ടുണ്ട്, ഒരു മിനിറ്റിന് ഞാൻ നിൽക്കൂല. എന്താ കാര്യം? ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. സുറാഖത്ത് ബിനു മാലിക്കിന്റെ കോലത്തിൽ ശൈത്താൻ വന്നതാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ. ഇവിടെ ഞാൻ ചരിത്രം പറയാനല്ല, ചരിത്രമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇവിടെ ശൈത്താൻ ഉപയോഗിച്ച വാക്ക് ശ്രദ്ധിക്കണം, ഇന്നി അഖാഫുല്ലാഹ് വല്ലാഹു ശദീദുൽ ഇഖാബ്, ഞാൻ അള്ളാഹുവിനെ കട്ടിയുള്ള രീതിയിൽ പേടിക്കുന്നു, അവന്റെ ശിക്ഷ കടുകടുത്തതാണ്. നിങ്ങളെ ഈ യുദ്ധത്തിൽ അള്ളാഹ് ഇടപെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ കാണുന്ന ഗ്രൂപ്പ് എനിക്ക് നേരത്തെ പരിചയമുള്ള മലക്കുകളാണ്. അവരിറങ്ങിയ അവസ്ഥയ്ക്ക് ഇനി എനിക്ക് റോളില്ല. മലക്കുകൾ ഇറങ്ങിക്കണ്ട മനസ്സിലായിക്കൊള്ളണം, അള്ളാഹു തആല അവരെ അനുകൂലിക്കുന്നുണ്ട് എന്ന്. അള്ളാഹ് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ തീരുമാനിച്ചാൽ ഇനി എൻ്റെ ഒരു പരിപാടി നടക്കൂല, ഞാൻ പോവുകയാണ്. എത്ര കൃത്യമാണ് കാര്യം, എത്ര കൃത്യമാണ് കാര്യം. ഇവിടെ ശൈത്താനെ അള്ളാഹുവാണ് പരിചയപ്പെടുത്തി തരുന്നത്. അതേ ദിവസത്തിൽ ഇവർ ആർക്കും മനസ്സിലായിട്ടില്ല, റസൂലുള്ളാഹി തങ്ങൾക്കും മനസ്സിലായിട്ടില്ല. എല്ലാരെയും ദൃഷ്ടിയിൽ അത് സുറാഖത്ത് ബിനു മാലിക്കാണ്. അള്ളാഹ് പറഞ്ഞപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഇതേ ഉള്ളൂ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ശൈത്താനെ സംബന്ധിച്ചുള്ള നിഗമനം, ശൈത്താനെ സംബന്ധിച്ചുള്ള ചർച്ച. അതിൽ കഴിഞ്ഞു വരും അള്ളാഹുവിന്റെ കസ്റ്റഡിയിലേക്ക് വിടുക. അതുകൊണ്ടാണ് നാം ചികിത്സയുടെ കാര്യം പറഞ്ഞപ്പോൾ ഷൈത്താന്റെ ലംസ് കൊണ്ട്, ഷൈത്താന്റെ സ്പർശനം കൊണ്ട് രോഗമുണ്ടാകുമെന്ന് നാം പറഞ്ഞു. ശരിയാണ്, രോഗത്തിന് രണ്ട് കാരണങ്ങളെ അള്ളാഹുവാണ് വെച്ചത്. ഒന്ന്, ഏതെങ്കിലും വിഷമുള്ള വസ്തുക്കളോ മൂർച്ചയുള്ള ആയുധങ്ങളോ ഉപയോഗിക്കുക വഴി. രണ്ട്, ഔ ബി ലംസി ഷൈത്താൻ, അല്ലെങ്കിൽ ഷൈത്താന്റെ സ്പർശനം കൊണ്ട്. അതിനെ ജിന്നിന്റെ സ്പർശനം എന്നാക്കി മാറ്റിയത് ആരാണ്? ലോകത്താർക്കും പരിചയമില്ലാത്തൊരു ചർച്ചയാണല്ലോ അത്. റസൂലുള്ളാഹി തങ്ങൾ വരെയുള്ള ഒരു നബിമാരെ കാലത്തുള്ളാത്ത ചർച്ചയാണല്ലോ അത്. അഷ്റഫുൽ ഖൽക്കിന് ശേഷം മധ്യകാലഘട്ടം വരെ ആർക്കും ചർച്ചയില്ലാത്തൊരു വിഷയമാണല്ലോ അത്, ഷൈത്താനെ ജിന്നാക്കി മാറ്റുക എന്നുള്ളത്. അതെ, അറബികൾ ആ പഴയ കാലത്തേക്ക് പോയി. ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് വരുന്നതിന് മുമ്പ് അറബികൾ കടുത്ത ശിർക്കിലേക്ക് പോയി. അവരെ കടുത്ത ശിർക്ക് എന്താണ്? അവർ മരിച്ചുപോയ മനുഷ്യരെ ആരാധിക്കാൻ തുടങ്ങി, ജീവിച്ചിരിക്കുന്ന ജിന്നിനെയും വിളിക്കാൻ തുടങ്ങി, ഒപ്പം സൃഷ്ടിക വസ്തുക്കളിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതമുള്ള വസ്തുക്കളെയും വിളിക്കാൻ തുടങ്ങി. വ്യക്തമാണ്, ഈത്തപ്പനത്തോട്ടമാണ് അറബികളെ ശീലം. അതിൽ ഒരു 100 തെങ്ങിന്റെ കൂട്ടത്തിൽ ഒരു വലിയ തടിയുള്ള തെങ്ങ് കണ്ടാൽ ആ തെങ്ങിന് എന്തോ ഒരു കറാമത്തുണ്ടെന്നും
ആൾക്കാർ അറബികൾ പോയിട്ട് കൊട്ടിപ്പിടിച്ചിട്ട് ഓ കൊറ്റനിൽ കൊറ്റവനായവനെ ഒരു കൊല്ലം കൊണ്ട് എനിക്കൊരു കല്യാണം തരണേ എന്ന് ദുആ ചെയ്യുമായിരുന്നു. ഇതിന് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മഹുല്ല വെറുതെ ഒന്നല്ല സൗദി അറേബ്യയിലെ ശിർക്ക് നമ്മുടെ നാട്ടിലെ ശിർക്കിനേക്കാൾ കടുപ്പാണെന്ന് ഞാൻ പറഞ്ഞത്. സൗദി അറേബ്യയിൽ ഉണ്ടായ ശിർക്ക് ചില്ലറ ശിർക്കല്ല. അഷ്റഫുൽ ഖൽഖിന് കാലത്തിന് ശേഷം സഹാബാക്കൾക്ക് താബിഈങ്ങൾക്ക് ശേഷം അതായത് 3 ഖുറൂനിന് ശേഷമുള്ള ശിർക്ക് ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കടുത്ത ശിർക്കായിരുന്നു സൗദി അറേബ്യയിൽ വന്നത്. ഇതിൽ അള്ളാഹുവിന്റെ തർത്തീബെന്താ മനസ്സിലാക്കാൻ ഇത്ര പ്രയാസം? വളരെ കൃത്യമല്ലേ കാര്യം? അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലാണ് ശൈത്താനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. ആ പരിശീലനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അള്ളാഹു തആല അവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ ഈ കൂട്ടത്തിൽ ഇനി വേണ്ട, മലക്കളുടെ കൂട്ടത്തിൽ എനിക്കൊരു സീറ്റില്ല, ഫഖ്റുജി മിന്ന, പുറത്തോടാന്ന്. പുറത്തോടാന്ന് പറഞ്ഞാൽ ബാതിലും പൂട്ടിയിട്ട് ഇറങ്ങിപ്പോകുന്ന അതിൻ്റെ അർത്ഥം എൻ്റെ എല്ലാ സൗകര്യങ്ങളും എനിക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നു, നിനക്ക് പോകാം. അപ്പോഴാണ് അയാൾ പറഞ്ഞത്, അല്ലാ, ഞാൻ ഈ കാലം അത്രയും നിന്നെ അനുസരിച്ചു, ആ കാലം അത്രയും ഞാൻ നിനക്ക് വഴിപ്പെട്ടു, മലക്കള് ചെയ്യുന്നതിനേക്കാൾ ഇബാദത്ത് ഞാൻ ചെയ്തു, വെറും കയ്യോടെ വിടല്ലേ അല്ലാ, എനിക്ക് എന്തെങ്കിലും പ്രതിഫലം തരണം, എനിക്ക് എന്താ വേണ്ടത് ചോദിച്ചോ. ശരിയല്ലേ? ഖുർആൻ അങ്ങനെയല്ലേ പറഞ്ഞത്? അപ്പൊ എന്താ അവൻ ചോദിച്ചത്? റബ്ബി അൻളിർനി ഇലാ യൗമി യുബ്അസൂൻ, നീ എന്നെ ഒറ്റയടിക്ക് അങ്ങ് നശിപ്പിക്കരുത്, ഖിയാമത്ത് നാൾ വരെ നീ എന്നെ നിലനിർത്തണം. അൻളിർനി, എന്നെ നീ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അത് എന്തിനാ? ചർച്ചയല്ലേ കൂട്ടരെ, എന്താ നിങ്ങളത് മനസ്സിലാക്കാത്തത്? അപ്പൊ അയാൾ അള്ളാഹുവിനോട് മറുപടി പറഞ്ഞ എന്താ? ഫബി ഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ, നിന്റെ പ്രതാപത്തെ തന്നെയാണ് സത്യം, ഞാൻ ഈ ആദമിനുണ്ടാകുന്ന മക്കളിൽ ഒരു വലിയ വിഭാഗത്തെയും കൊണ്ടേ ഞാൻ നരകത്തിലേക്ക് പോവുള്ളൂ. നീ എന്താ ചെയ്യാ? ഞാൻ അവൻ്റെ മുമ്പിലൂടെ കടക്കും, ഞാൻ അവൻ്റെ പിറകിലൂടെ കടക്കും, ഞാൻ അവൻ്റെ വലതുഭാഗത്തൂടെ കടക്കും, ഞാൻ അവൻ്റെ ഇടതുഭാഗത്തൂടെ കടക്കും. വലാ തജിദു അക്സറഹും ശാക്കിരീൻ, ആദമിനുണ്ടാകുന്ന മക്കളിൽ ഭൂരിപക്ഷവും നിനക്ക് നന്ദിയുള്ളവരായിരിക്കുകയില്ല, എന്നെയും കൊണ്ടേ പോകും അവരെല്ലാവരും. സംഗതി ശരിയല്ലേ? നന്ദിയുള്ളവർ ലോകത്താകെ എണ്ണി എത്രയുള്ളത്? തൗഹീദിന്റെ വക്താക്കൾ ലോകത്താകെ എണ്ണി എത്രയുള്ളത്? 2% തികയില്ല. ആ കൂട്ടത്തിൽ തന്നെ ശൈത്താനെ ചർച്ച ചെയ്യുന്ന, ശൈത്താനെ പറ്റി വയൽ പറയുന്ന, ശൈത്താനെ പറ്റി പിന്നെ വലിയ വലിയ ഘോര പ്രസംഗങ്ങൾ നടത്തുന്ന സംവിധാനങ്ങൾ ഉണ്ടായില്ലേ? വെറും ദിക്റിലും ദുആയിലും മാത്രം ഒതുക്കി നിർത്താൻ അത്രയേ ഉള്ളൂ. അവൻ എന്തിനാണ് ഇത്ര വലിയ ചർച്ചക്ക് കൊണ്ടുവന്നത്? വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നക മിനൽ മുൻളരീൻ, ശരി, നിനക്ക് ഞാൻ ആ വരം തന്നിരിക്കുകയാണ്. ഇത് ചർച്ചയല്ലേ? ഇത് സങ്കല്പമാണോ? കിനാവാണോ? എന്തെങ്കിലും ഒരു നോവൽ പോലെയാണോ? അല്ലാഹു തആല ആദമിനോട് ചർച്ച ചെയ്ത് അതേപോലെ തന്നെയല്ലേ ഇപ്പുറത്ത് മറ്റൊരാളോട് ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലലാലത്തിന്റെ ഫുൾ ഉത്തരവാദിത്വം, അതിന്റെ പ്രബോധനത്തിന്റെ ഉത്തരവാദിത്വം കൊടുത്ത് അല്ലാഹു തആല അവനെയും ആദമിനെയും അവ്വാനെയും വിട്ടതുപോലെ 3-ാം കക്ഷിയെയും ഭൂമിയിലേക്ക് വിടുകയാണ്. ട്രെയിനിങ്ങോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകാശത്തിൽ വെച്ച് അള്ളാന്റെ റുബൂബിയത്തിന് ഷഹാദത്ത് കൊടുത്തവരെ പിഴപ്പിക്കാൻ സാധിക്കില്ലെന്ന് എനിക്കറിയാം. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു, ഖബറടക്കി. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടികൾക്ക് ആദമിന്റെ ഒരു ഷെയ്ഖിന്റെ കോലത്തിലാണ് അവൻ പിന്നെ വരുന്നത്. അത് പച്ചശാലാണ് ജിതാബാം ഷെയ്ഖിന്റെ കോലത്തിൽ വരുന്നത്. ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് മദീനത്തേക്ക് ഹിജ്റക്ക് പോകാൻ വന്ന നേരത്ത് അഷ്റഫുൽ ഖൽഖിനെ കൊല്ലാൻ വേണ്ടി ദാറുന്നദുവായിൽ സുന്നി സെന്ററിൽ കൂടിയ യോഗത്തിൽ ഖുറൈശി സമൂഹത്തിലെ പ്രമുഖന്മാരായിരുന്നു. രാത്രിയാണ് യോഗം കൂടുന്നത്, രഹസ്യമായി എന്താ ചെയ്യേണ്ടത് നോക്കാൻ. അപ്പോഴാണ് ഒരാൾ കടന്നു വരുന്നത്. ഈ കടന്നു വരുന്ന ആളോട് ഇവർ ചോദിച്ചോ, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങളെ നമുക്ക് പരിചയമില്ലല്ലോ, നിങ്ങൾക്ക് എന്നെ പരിചയമില്ലെങ്കിൽ നിങ്ങളെ എനിക്കറിയാം, ഞാന് അന ശൈഖുൻ മിൻ അഹ്ലി നജിദ്, നജിദിൽ നിന്നുള്ള, നജിദുകാരിൽ നിന്നുള്ള ഒരു വയോവൃദ്ധനാണ് ഞാനൊരു ബിസിനസ്സുകാരനാണ്. അയാളെ കോലം, ഭാവം എല്ലാം ഒരു പഴയ ഒരു പൗരപ്രമാണിന്റെ മാതിരിയാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു, അബൂ ഉത്ബത്ത് ശൈബത്ത് പറഞ്ഞു, ഇവനെ നിർത്താൻ പറ്റൂല, ഇവനെ നമുക്ക് പരിചയമില്ലാത്ത ആളാണ്. അപ്പൊ അബൂജഹൽ പറഞ്ഞു, പരിചയമില്ലെങ്കിലും നല്ല ഏതായാലും നമ്മുടെ ഒരു മുഹമ്മദിനെ കൈകാര്യം ചെയ്യാൻ, മുഹമ്മദിനെ ഇല്ലാതാക്കാൻ ഒരു യോഗം കൂടുകയാണല്ലോ, നല്ല അഭിപ്രായങ്ങൾ അയാൾ ടൗൺ പട്ടണവാസിയല്ലേ, നല്ല അഭിപ്രായം അയാളിൽ നിന്ന് കിട്ടിയെങ്കിലോ, അങ്ങനെയാണ് അയാളെ യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നത്. അയാൾ പറഞ്ഞതിനനുസരിച്ചാണ് 3-ാമത്തെ ഐഡിയ. അതായത് അബുൽ ബുഖ്തരി റസൂലുള്ളാഹി തങ്ങളെ പിന്നെ ബന്ധനസ്ഥിലാക്കിയിട്ട് ഒരു റൂമിൽ പൂട്ടിയിടാൻ വേണ്ടി അഭിപ്രായം പറഞ്ഞു, അവിടെ മരിച്ചോളൂ എന്ന് പറഞ്ഞു. അത് പറ്റൂല എന്ന് പറഞ്ഞു ആര്, ഈ വന്ന നജീദ് ഷെയ്ഖ്. അപ്പം അപ്പോൾ അബുൽ അസ്വദ് പറഞ്ഞു, നമുക്കൊരു നാട് കടത്താം മുഹമ്മദിനെ,
അതും പറ്റൂല എന്ന് ഈ ഷെയ്ഖ് പറഞ്ഞു. അപ്പോൾ അബൂജഹൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാ ഗോത്രക്കാർക്കും കൂടി ഒരു കമ്മിറ്റി എടുത്തിട്ട് എല്ലാവരും കൂടി മുഹമ്മദിനെ അങ്ങ് കൊന്ന. അപ്പോൾ ഈ ജദീദ് ഷെയ്ഖ് പറഞ്ഞു, അതാണ് നല്ല അഭിപ്രായം. ആരായിരുന്നു ആ ഷെയ്ഖ്? ശൈത്താൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ശൈത്താൻ. എന്ന് നമ്മൾ മനസ്സിലാക്കാത്തത്, ഉസ്താദിന്റെ കോലത്തിൽ വരാം, തങ്ങളെ കോലത്തിൽ വരാം, ഷെയ്ഖ് പ്രസിഡന്റിന്റെ കോലത്തിൽ വരാം, സെക്രട്ടറിന്റെ കോലത്തിൽ വരാം, സലഫിയുടെ കോലത്തിൽ വരാം, ഷിയാക്കളുടെ കോലത്തിൽ വരാം. തിരിച്ചറിയാൻ ഈ ഉമ്മത്തിന് സാധിക്കണം. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. യാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ വാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇന്ന് ലോകത്തെ ചിലയിടങ്ങളിൽ 29-ാം രാവാണ്, ശക്കിന്റെ ദിവസമാണ്. നമ്മുടെ നാടുകളിലൊക്കെ എണ്ണി വന്ന അവസ്ഥയിൽ ഇന്ന് 28ആണ്, ശക്കിന്റെ ദിവസം നാളെയാണ്. സൗദി അറേബ്യ പോലെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ഇന്ന് മാസപ്പിറവിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അവിടെ ഇന്ന് മാസപ്പിറവി കണ്ടാൽ അവിടെ നാളെ നോമ്പാണ്. അത് പരിഗണിച്ചുകൊണ്ട് ഇവിടെ ആരെങ്കിലും മാസപ്പിറവി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിന് തെറ്റില്ല, അവരെ അംഗീകരിക്കുന്നവർക്ക് നോമ്പ് നോക്കാം. എന്നാൽ നമ്മുടെ രീതി അനുസരിച്ച്, പ്രത്യേകിച്ചിട്ട് കേരള ജമിയത്തുൽ ഉലമാന്റെ കീഴിലുള്ള ഹിലാൽ കമ്മിറ്റി പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുന്നവരാണ് ഭൂരിപക്ഷം മുഅ്മിനീങ്ങൾ. ഇവിടെ ഷിയാക്കൾ എന്ത് നയം സ്വീകരിക്കുന്നു, ഷിയാക്കൾ എന്ത് കാണുന്നു, അതൊന്നും നമ്മളെ പറ്റിയും ചർച്ചയില്ല. അബൂജഹൽ, അബൂ താലിബ്, ഉത്തുബത്ത് അന്ന് മാസം കാണുമ്പോൾ എന്താ തീരുമാനിച്ചത്, അതൊന്നും റസൂലുള്ളാഹി തങ്ങൾക്ക് ബാധകമല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ആശൂറ നോമ്പ് നോക്കാൻ റസൂലുള്ളാഹി തങ്ങളും നോമ്പ് നോക്കും, അപ്പുറത്ത് അബൂജഹലും നോമ്പ് നോക്കും. ആശൂറ നോമ്പ്, മുഹറം 10ന്റെ നോമ്പ് അബൂജഹൽ, ഉത്തുബത്ത് അവരും നോക്കും, അഷ്റഫുൽ ഖൽഖ് അതും നോക്കും. മാസം കാണാണ്ട് ഏതായാലും നോമ്പ് നോക്കില്ല. ഇംഗ്ലീഷ് മാസമല്ല, അവിടെ അറബി മാസമാണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം, ചന്ദ്രപ്പിറവിയാണ്. അപ്പോൾ അബൂ താലിബോ അബൂജഹലോ ചന്ദ്രപ്പിറവി കണ്ടു എന്ന് പ്രഖ്യാപിച്ചാൽ അഷ്റഫുൽ ഖൽഖ് നോമ്പോ അത് കാത്തിരിക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. റസൂലുള്ളാഹി തങ്ങൾ അമലുകൾക്ക് സമയം നിശ്ചയിച്ചു കൊടുക്കും, ആ സമയം അനുസരിച്ച് അമൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സമൂഹം, ഇവിടുത്തെ മഹല്ലി കമ്മിറ്റിക്ക് ഭൂരിപക്ഷം 98% വരുന്ന ഷീഈ സമൂഹം, മഹല്ല് കാലി സിസ്റ്റം, അവരൊക്കെ എന്താ തീരുമാനിക്കുന്നത് അതിനനുസരിച്ച് നമ്മളൊന്ന് പറഞ്ഞാൽ അതൊരു തരം എന്തായാലും പറയുക, അതിന് ചില ഭാഷകൾ ഉപയോഗിക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. അന്നാസ് മൻ ആമന ബില്ലാഹ് ഇദാ സാമന്നാസ് സാമൂ മഅഹും. ഖൗമ്, മനുഷ്യർ നോമ്പ് നോക്കുമ്പോൾ നിങ്ങൾ നോമ്പ് നോക്കും. അതിൽ അന്നാസ് ആരാ കൂട്ടരെ? മുഅ്മിനീങ്ങളാണ്. മുഅ്മിനീങ്ങളെ പറ്റിയാണ് അന്നാസ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ മുവഹിദുകൾക്ക്, തൗഹീദിന്റെ വക്താക്കൾക്ക് തീർച്ചയായും പ്രത്യേക സംവിധാനം ഉണ്ടാക്കുകയും മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കാതെ തന്നെ മാസപ്പിറവി പ്രഖ്യാപിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ടാകണമായിരുന്നു. എന്തോ കാരണത്താൽ, എന്താണ് എനിക്കറിയില്ല, എന്തോ കാരണത്താൽ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഷീഈ സമൂഹത്തിന്റെ നേതൃത്വത്തെ പരിഗണിച്ചുകൊണ്ട് നോമ്പും പെരുന്നാളും ആക്കുന്ന ഒരു ഗതികേട് ഈ സമുദായത്തെ വല്ലാതെ അധപ്പതിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. എന്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. എവിടെ മാസം കണ്ടാലും, സൗദി അറേബ്യ കണ്ടാലും, അതേപോലെ തന്നെ കുളച്ചലിൽ കണ്ടാലും, ബഡ്കൽ കണ്ടാലും, കർണാടകയിൽ കണ്ടാലും, ഡൽഹി കണ്ടാലും, തീരുമാനിക്കേണ്ടവർ തീരുമാനിച്ചാലേ നമുക്ക് നോമ്പ് നോക്കാൻ അവകാശമുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തർക്കും അവരുടേതായ ഒരു കായിക, ഒരു നേതൃത്വം ഉണ്ടാകും. ആ നേതൃത്വത്തിൽ, ഏത് നേതൃത്വത്തിലാണോ വിശ്വസിക്കുന്നത് അവർ പ്രഖ്യാപിക്കുന്നതനുസരിച്ച് ഇൻഷാ അല്ലാഹ് നാം നോമ്പ് നോക്കും. അത് നമ്മളെ സംബന്ധിച്ചോളം വിഷയമുള്ള കാര്യമല്ല. അത് വ്യക്തികളെ ബാധിക്കുന്ന വിഷയമല്ല, അത് ഉമ്മത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഏതായാലും പരിശുദ്ധ റമദാൻ ആഗതമാകുമ്പോൾ 4 കാര്യങ്ങളാണ് അല്ലാഹു തആല ആവശ്യപ്പെടുന്നത്. അതിൽ 2 കാര്യം അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാണ്, അള്ളാഹ്ക്ക് കിട്ടേണ്ടതാണ്. 2 കാര്യം മുഅ്മിനീങ്ങൾക്ക് കിട്ടേണ്ടതാണ്. എന്താണ് അള്ളാഹ്ക്ക് കിട്ടേണ്ട 2 കാര്യം? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ വളരെ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതാണ് അള്ളാഹു റമദാനിലൂടെ ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തത് വിശദീകരണം പിന്നെ ആവട്ടെ. രണ്ടാമത്തത് അൽ ഇസ്തിഗ്ഫാർ. പരിശുദ്ധ റമദാനിൽ പ്രത്യേകമായിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. ഇത് അടിമകൾ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യമാണ്. ഒന്ന് ഷഹാദ, രണ്ടാമത്തത് ഇസ്തിഗ്ഫാർ. പകരം അങ്ങനത്തെ ഇങ്ങോട്ട് അല്ലാഹു തആല ഓഫർ ചെയ്തിട്ടുണ്ട് 2 കാര്യങ്ങൾ. അതെന്താണ്?
സ്വർഗപ്രവേശനവും നരകമോചനവും ആണ്. അതങ്ങനെ ഇങ്ങോട്ട് ഈ റമദാന്റെ പ്രത്യേകത അതാണ്. ഇതെല്ലാം കൂടി ഒരു ദുആ ആക്കി, ബിദ്അത്തിന്റെ ദുആ ആക്കി മാറ്റി നിസ്കാരത്തിന് ശേഷം 3 പ്രാവശ്യം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ, അങ്ങനെ ഒരു ദുആ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ദുആ സഹാബാക്കളും പഠിപ്പിച്ചിട്ടില്ല. വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് സൂഫി ശൈഖന്മാരൊരു ദുആ ഒപ്പിച്ചിട്ട് ഉമ്മത്തിനെ പഠിപ്പിച്ചപ്പോൾ എല്ലാ പള്ളിയിലും ഇപ്പൊ ദായത്തായ ദുആ ആയി. ഓരോരുത്തരും എപ്പോഴും പറയേണ്ട ദുആ അശ്ഹദു അല്ലാ ഇലാഹ. ദുആ അല്ല, അത് പ്രഖ്യാപനമാണ്. ഇല്ല അല്ലാഹുവേ, ഞാൻ ജാറത്തിൽ പോകുന്ന പ്രശ്നമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന ജിന്നിനെയും പിറകെ പോവില്ല, മരിച്ചുപോയ വലിയന്റെ പിറകെയും പോവില്ല. അശ്ഹദു, അത് ഞാൻ തെളിയിക്കും ഈ നോമ്പിലൂടെ. അതാണ് നമുക്ക് റമദാൻ മാസത്തിൽ സ്വീകരിച്ചുകൊണ്ട് ചെയ്യാനുള്ളത്. ഉടൻ തന്നെ ചോദിക്കേണ്ടത് എന്താ? എൻ്റെ അടുത്ത് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണേ അല്ലാ, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അപ്പൊ അശ്ശഹാദത്തു വൽ ഇസ്തിഗ്ഫാർ, അതിന് പകരമായിട്ട് അല്ലാഹു തആല പറഞ്ഞെന്താണ്? റമദാൻ തീരലോടുകൂടി അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്, നിനക്ക് സ്വർഗമുണ്ട്, ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്ന് മോചനവുമുണ്ട്. ഈ 4 കാര്യങ്ങൾ സന്ദേശമായി പറഞ്ഞുകൊണ്ട് ഇതാ റമദാൻ വരവായി. ഒരുങ്ങിക്കോ, ഇന്ന് രാത്രി തന്നെ ഷഹാദ സഹിയാക്കിക്കോ, പുതുക്കിക്കോ. ജാറുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവർ, അല്ലെങ്കിൽ ജീവിച്ചിട്ട് മരിച്ചുപോയ മഹാന്മാരുമായിട്ടോ മഹദികളുമായിട്ടോ എന്തെങ്കിലും ബന്ധമുള്ളവർ, അതേപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ജിന്നുകളുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവർ, രണ്ടിനെയും വിച്ഛേദിച്ച് ഷഹാദത്ത് പുനഃപ്രഖ്യാപനം നടത്തിക്കോ. ഇല്ല അല്ലാ, ഞാൻ തെളിയിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഞാൻ ജീവിച്ച് തെളിയിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും അബദ്ധം വാക്കിലോ ചിന്തയിലോ വന്നിട്ടുണ്ടെങ്കിൽ അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്, പുറത്തു തരണം. അല്ലാഹ് പറയുന്നു, റമദാൻ കഴിയുന്നത് വരെ നീ അതിൽ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ റമദാൻ കയ്യിലോടുകൂടി ആ 2 ഓഫർ നിനക്കുണ്ട്. നിനക്ക് സ്വർഗമുണ്ട്, നരകമോചനവുമുണ്ട്. അല്ലാഹ്, ആ വിഭാഗത്തിൽ ഒരു പരിധി, പിന്നെ ഷർത്തും വ്യവസ്ഥകൾ നോക്കാതെ, നിബന്ധനകൾ നോക്കാതെ നിന്റെ ഔദാര്യം കൊണ്ട് ഉൾപ്പെടുത്തി തരണേ അല്ലാഹുവേ. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാൻ, പരിശുദ്ധ റമദാന്റെ വരവോടുകൂടി നമ്മുടെ മസ്ജിദിൽ നോമ്പ് തുറയുമായിട്ട് ബന്ധപ്പെട്ട ഏർപ്പാടുകളൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തെ നോമ്പ് തുറക്ക് സുമാർ 2000 ഉറുപ്യ വേണ്ടി വരുമെന്നാണ് കണക്കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസം മഗ്‌രിബിന് ഇവിടെ വന്നിട്ട് നോമ്പുറക്കാനും മറ്റും കൂടുന്നവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഒരു ദിവസത്തേക്ക് 2000 ഉറുപ്യ കൊടുക്കാൻ തയ്യാറുള്ളവരൊക്കെ, മനസ്സുള്ളവരൊക്കെ സംഘടനയായിട്ട് ഈ പള്ളിൻ്റെ ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെടണമെന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അലാ വസല്ലു വസല്ലിമു അല നബിയിൽ മുസ്തഫ വറസൂലിൽ മുർത്തള. وقال عز من قائل إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال عليه الصلاة والسلام من صلى علي واحدة صلى الله بها عليه 10. اللهم صل على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن الخلفاء الراشدين المهديين أبي بكر وعمر وعثمان وعلي رضي الله عنهم وعن سائر الصحابة والقرابة كلهم أجمعين وارض عنا معهم برحمتك يا أرحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات، طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم اصلحنا واصلح ائمتنا وامتنا وولاتنا وولاة امورنا واجعل امورنا بايدي خيارنا حتى يقودنا الى الخير من هو خير منا. اللهم انصر جيوش المسلمين وفك اسر المأسورين واقض الدين عن المدينين. اللهم اكتب الستر والسلامة علينا وعلى والدينا واولادنا وازواجنا وعلى جميع الحجاج والعمار والزوار والمسافرين والمجاهدين في سبيلك صاددين واردين في بدك وبحرك أجمعين يا رب العالمين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشفي خلقنا بالنار ولا تجعلنا من حطب النار فإنها بئس الدار وبئس المثوى وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه محمد وآله وصحبه أجمعين والحمد لله رب العالمين.